ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതൃയോഗം കൊല്ലത്ത് ചേരുകയാണ്. ഈ നേതൃയോഗത്തിന് മുൻപ് ചേർന്ന ജില്ലാ അധ്യക്ഷന്മാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ബി.ജെ.പിയുടെ ഗൃഹസമ്പർക്ക പരിപാടിയിൽ വിതരണം ചെയ്യാനുള്ള ലഘുലേഖയോ ഫണ്ട് പിരിവിനുള്ള കൂപ്പണുകളോ വാർഡുകളിൽ എത്തിയിട്ടില്ല എന്നൊക്കെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്, ഈ യോഗം കൊല്ലത്താണ് ചേരുന്നത്, അവിടുന്ന് രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ബി.ജെ.പി നേതൃതല യോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. രാജ്കുമാർ, ഈ സംസ്ഥാന നേതൃയോഗം ചേരുന്നതിന് തൊട്ട് മുൻപ് ചേർന്ന ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു ആ യോഗത്തിലെ പ്രധാനപ്പെട്ട വിമർശനം ഉയർന്ന മേഖല? നമസ്കാരം. തീർച്ചയായും അതായത് ഇത് ഇന്നിപ്പോൾ ഈ 3 മണി ഇപ്പോൾ അല്പസമയത്തിനകം സംസ്ഥാന സമിതി, അതായത് 163 പേർ പങ്കെടുക്കുന്ന പുതിയ ഭാരവാഹികളുടെ പ്രഥമ യോഗമാണ് ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ അല്പസമയത്തിനിവിടെ ചേരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ, ജില്ലാ ഭാരവാഹികളുടെയും പ്രഭാരിമാരുടെയും യോഗമാണ് രാവിലെ നടന്നത്. ആ യോഗത്തിലായിരുന്നു ഈ പറഞ്ഞപ്പോൾ മനു സൂചിപ്പിച്ച വിമർശനങ്ങൾ ഒക്കെ ഉണ്ടായത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്ന് എറണാകുളം മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാറിൻ്റെ ഗുരുതരമായ ഒരു കുറ്റപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ജനസമ്പർക്ക പരിപാടി പാർട്ടി തീരുമാനിച്ചു. അതിൻ്റെ ലഘുലേഖകൾ സംസ്ഥാനത്ത് നേതൃത്വം ജില്ലാ തലങ്ങളിലേക്ക് താഴെത്തട്ടിൽ എത്തിച്ചില്ല. ഇത് സംഘടനാ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നു. ഈ രാഷ്ട്രീയ പക്വതയില്ലായ്മയും പരിചയക്കുറവുകളും ഒക്കെ ഇതിലൊരു വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ആരെയും വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് പരോക്ഷമായി രാജീവ് ചന്ദ്രശേഖറിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു ഇതിൽ പങ്കെടുത്ത ഏറെയും വിമർശകർ ഉന്നയിച്ചത്. അതേസമയം തന്നെ അല്പസമയത്തിനകം ഇതിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജെ.പി. നദ്ദ പങ്കെടുത്തുകൊണ്ടുള്ള ഈ സംസ്ഥാന സമിതിയുടെ യോഗം ഇവിടെ ചേരും. ആകെ 431 പേർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിലാണ് പുതിയ ഭാരവാഹികൾ ഉൾപ്പെടുന്ന സംസ്ഥാന സമിതി, അത് 163 പേരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആദ്യ യോഗമാണ് ചേരുക. അതിൽ ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ പല കോർ കമ്മിറ്റികളിൽ നിന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്. രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഒഴിവാക്കി രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയ നാൾ മുതൽ അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വരാൻ കഴിയാത്തതെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രാജ്കുമാർ, ഈ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നില്ലേ? ഏതൊക്കെ വിഷയമായിരിക്കാം? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, രാജീവ് ചന്ദ്രശേഖരന്റെ പെരുമാറ്റ ശൈലികൾ, അവർക്ക് വരുത്തിയിട്ടുള്ള പൊല്ലാപ്പുകൾ ചെറുതല്ല. വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സുരേഖയ്ക്കെതിരായ വാക്കുകൾ വരെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപി ഒപ്പിക്കുന്ന പൊല്ലാപ്പുകളോ അതിലപ്പുറവുമല്ലേ? എയിംസിന്റെ പേരിൽ ഇല്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സുരേഷ് ഗോപി. ഇതൊക്കെ ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗത്തിൽ ഉയർന്നു വരുമോ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം, ഇപ്പോൾ ജെ.പി. നദ്ദ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ട്. ഇതിൽ ഈ ദേശീയ നേതൃത്വം കേരളത്തിലെ ബി.ജെ.പിയെ ഉടച്ചു വാർക്കുന്നതിൻ്റെ ഭാഗമായാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒക്കെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതും ഇതിൻ്റെ ഈ പാർട്ടിയെ മെച്ചപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പലതും ചെയ്തത്. പക്ഷേ അതെല്ലാം പലപ്പോഴും ഈ ചീട്ടുകൊട്ടാരം പോലെ പൊളിയുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായി പ്രതിഫലിക്കുന്നില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നൊരു വിലയിരുത്തൽ. അതുമാത്രമല്ല, ഈ പുതിയ ഭാരവാഹികളായി നിശ്ചയിച്ചവരെ പാർട്ടിയിൽ രാഷ്ട്രീയ പാരമ്പര്യമോ രാഷ്ട്രീയ അനുഭവ സമ്പത്തോ ഇല്ലാത്തവർ എന്ന ഇതുകൂടി പരാതി കൂടി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ആളുകളെയെല്ലാം കൊണ്ട് തിരികെ കയറ്റി വെച്ചത് വലിയ തരത്തിൽ അത് ബാധിച്ചു. അത് പാർട്ടിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോൾ ഈ 163 ഭാരവാഹികളിൽ ഏറിയ പങ്കും രാഷ്ട്രീയവുമായി നേരത്തെ യാതൊരു ബന്ധമില്ലാതെ പ്രൊഫഷണലായിട്ട് പലരും പ്രവർത്തിച്ചിരുന്നവരാണ്. അവരെ കൊണ്ട് ഈ പാർട്ടിയെ നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ആക്ഷേപം നേരത്തെയും ഉണ്ടായിരുന്നു. മനു, തീർച്ചയായും. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ
പ്രധാന ചർച്ചയായെത്തുമ്പോൾ സംസ്ഥാന നേതൃത്വം മുൾമുനയിലാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റിട്ട് അധികം കാലമായില്ല. അതിനു മുൻപാണ് ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവരെ ഒന്നും മെരുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായും. അതായത് ഈ രാജു ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായി നേരത്തെ മുതലേ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ പക്ഷങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളി ഇവിടെ വരുന്നു, ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്നു, അതിലെ തൊഴിലാളികളെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു, കമ്പനി ലാഭകരമാക്കാൻ നോക്കുന്നു. ഈ നിലയിലാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും ഇത് ഒരു രാഷ്ട്രീയ ഇതിൻ്റെ അടിത്തറ പോലും ഇല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാത്തവർ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഗുരുതരമായ ഒരു ആരോപണം ഇവർ രാജീവ് ചന്ദ്രശേഖരനെതിരെ നേരത്തെയും ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇവരുടെ ഈ യോഗം ചേരുന്നതും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്നതും. ഈ യോഗത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഇവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇവർക്ക് പിടിച്ചു കെട്ടാനും ആകില്ല. ഇവർക്കെല്ലാം അതൊരു വലിയ ഒരു അവസരമായിട്ട് ഇതവരുടെ മുന്നിലുണ്ട്. ഈ നദ്ദ ഉള്ളപ്പോൾ സംസാരിച്ചത് പൊതുവായ അവരുടെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. പക്ഷേ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ അനൂപ് ആന്റണിക്കും എസ് സുരേഷിനും മാത്രമാണ് പ്രാധാന്യം. അവർ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും അടുപ്പിക്കുന്നതേയില്ല. അവരുടെ വാക്കുകൾക്ക് വിലയില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ സംഘടനാപരമായി തന്നെ? തീർച്ചയായിട്ടും. അതായത് ഈ അനൂപ് ആന്റണിയും എസ് സുരേഷും ഇവർ രണ്ടുപേര് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇവർ സ്ക്രൂ ചെയ്യുന്നതനുസരിച്ച് കളിക്കുന്ന ഒരു പാവയായി രാജീവ് ചന്ദ്രശേഖർ മാറി. രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും ഈ രണ്ടുപേരെ മാത്രമേ വിശ്വാസത്തിലെടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും പ്രൊഫഷണലുകളെ കണ്ടെത്തി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമം നടത്തി. നിരവധി തവണ പലപ്പോഴും ജയിൽവാസം അനുഷ്ഠിക്കുകയും സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള അത്തരം നേതാക്കന്മാരെ മുഴുവനും ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പോക്ക് പോകുന്നു. അതൊരു രാഷ്ട്രീയ ഇതിന് പശ്ചാത്തലത്തിൽ ചേർന്നതല്ല എന്നൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് അവർക്ക്. ആ പരാതിയുമുണ്ട്, ആരോപണവുമുണ്ട് അവർക്ക്. ഇത് പരിഹരിക്കാൻ ഇതുവരെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർ തയ്യാറായിട്ടില്ല. വിട്ടുകൊടുക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ എന്ന്. പക്ഷേ അവിടെ ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ നിലവിലെ BJPയുടെ പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ BJPക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു കമ്പനി മുതലാളിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയുമില്ല. പരിചയസമ്പന്നതയുടെ കുറവാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാജ്കുമാറാണ് ഈ വിവരങ്ങൾ നമുക്ക് സമഗ്രമായി കൊല്ലത്ത് നൽകിയത്.